നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റിംഗ് അനുസരിച്ച് എക്സ്ട്രാ വേറെ ഒരു റേറ്റിംഗ് അലവൻസ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് അലവൻസുകൾ ഇവിടെ വരുന്നുണ്ട്. ഹലോ എവ്രി വൺ, ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞു ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണോ, എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്യണോ, അതോ ജോലിക്ക് തന്നെ പോയി തുടങ്ങണോ, ഇനി നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനോ സ്റ്റേറ്റ് PSC പോലുള്ള എക്സാംസിനോ ഒക്കെ പഠിച്ചു തുടങ്ങണോ എന്ന് ആകെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ അധികം ആരും അറിയാത്ത, അധികം ആരും കേട്ടിട്ടില്ലാത്ത, എന്നാൽ വളരെ നല്ല സാലറിയും സൊസൈറ്റിയിൽ നല്ല റെസ്പെക്റ്റും കിട്ടുന്ന വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കരിയറിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എയർ ട്രാഫിക് കൺട്രോളർ എന്ന ഒരു ജോബ് പ്രൊഫൈലിനെ പറ്റിയിട്ടാണ്. സോ എയർ ട്രാഫിക് കൺട്രോളർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഏവിയേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ജോലിയുടെ പ്രത്യേകതകൾ, ആർക്കൊക്കെ ഈ ജോലിക്ക് എലിജിബിലിറ്റി ഉണ്ട്, ഏത് പ്രായത്തിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക, നിങ്ങളുടെ പോസ്റ്റിംഗ് എവിടെ കിട്ടും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ജോലിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ അധികം കേൾക്കാത്ത ഒരു ടേമാണ് ഇവിടെ ATC അല്ലെങ്കിൽ എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ ചാനലിൽ നിങ്ങൾ റെഗുലർ ആയിട്ട് വീഡിയോസ് കാണുന്ന ആളാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഒരു കരിയർ ഓപ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ PSC എക്സാംസിനോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനൊക്കെ ജനറൽ ആയിട്ട് പറയുമെങ്കിലും ഇതും ഒരു ഗവൺമെന്റ് ജോബ് ആണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബ് പോലെ തന്നെ എല്ലാ സെക്യൂരിറ്റിയും അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ അലവൻസസും വരുന്ന ഒരു ജോലിയാണ് എന്ന് നമ്മളിവിടെ കൺസിഡർ ചെയ്യാറേയില്ല. അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നമ്മുടെ എയർപോർട്ട്സിലൊക്കെ ഇതുപോലെയുള്ള ടവറുകൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. സോ ഇത് ഒരു ഹൈ ടവറാണ്. ഇതിനെ നമ്മൾ ATC ടവർ അല്ലെങ്കിൽ എയർ ട്രാഫിക് കൺട്രോൾ ടവർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് വരുന്ന വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാനും, എപ്പോൾ ലാൻഡ് ചെയ്യണം, ഏത് റൺവേയിൽ ലാൻഡ് ചെയ്യണം, എപ്പോൾ ടേക്ക് ഓഫ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പൈലറ്റ്സിന് കൊടുക്കുന്ന എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ആണ് ഇതിൻ്റെ ഉള്ളിലിരുന്ന് പൈലറ്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ വിമാനങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജോലി പ്രൊഫൈലിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ജോലിയുടെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിനൊരു റിട്ടേൺ എക്സാമിനേഷൻ ആണുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു നെഗറ്റീവ് മാർക്കിംഗ് പോലും ഇല്ലാത്ത ഒരു റിട്ടേൺ എക്സാമിലൂടെയാണ് നിങ്ങൾക്ക് ഈ ജോലിയുടെ പ്രൊഫൈലിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്. കാരണം സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന AAI, അതായത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന എയർപോർട്ടുകളിലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടുന്നത്. സാധാരണ പോലെ ഒരു റിട്ടേൺ, അതായത് ക്ലർക്ക് ജോലിയൊക്കെ പോലെ രാവിലെ പോയി വൈകുന്നേരം വരെ ഇരുന്ന് ടൈപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജോലിയൊന്നുമല്ല. വളരെ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഇരുന്ന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജോലിയാണിത്. ഇനി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് സാലറി വളരെ ഹൈ ആണ്. അതായത് നിങ്ങളുടെ ട്രെയിനിങ്ങിന് ശേഷം ജോലിയിലേക്ക് പ്രവേശിച്ച് ഒരു വർഷം കൊണ്ട് തന്നെ 1.5 ലക്ഷത്തിൻ്റെ അടുത്ത് ഇൻ ഹാൻഡ് സാലറിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ജോലി കൂടിയാണിത്. അപ്പോൾ ഈ എക്സാം നടക്കുന്നത് ആകെ ഒറ്റ സ്റ്റേജിലൂടെ മാത്രമാണ്. സോ പല സെൻട്രൽ ഗവൺമെന്റ് ജോബ്സിനും സ്റ്റേറ്റ് ഗവൺമെന്റ് ജോബ്സിനൊക്കെ പല പല ലെവൽസ് ഉണ്ടാകും. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഒരൊറ്റ റിട്ടേൺ എക്സാമിലൂടെ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം വളരെ വിശദമായിട്ടുള്ള പാനൽ ഇൻ്റർവ്യൂസ് ഒന്നുമില്ല. വളരെ ഈസി ആയിട്ടുള്ളൊരു വോയിസ് ടെസ്റ്റിലൂടെ ഈ ഒരു കരിയറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാനായിട്ട് പറ്റും. സോ അപ്പോൾ സിംഗിൾ എക്സാമിലൂടെ, നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ലാത്ത ഒരു സിംഗിൾ എക്സാമിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ജോലി പ്രൊഫൈലിലേക്ക് ചെന്ന് ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആരാണ് ഒരു എയർ ട്രാഫിക് കൺട്രോളർ എന്നാണ്. സോ നമ്മുടെയൊക്കെ സ്ട്രീറ്റുകളിലൊക്കെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന ട്രാഫിക് പോലീസിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ? അത് റോഡുകളിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കുന്ന ട്രാഫിക് കൺട്രോളേഴ്സ് ആണ്. അതുപോലെ ഫ്ലൈറ്റുകളുടെ, അതായത് എയർപ്ലെയിൻസിൻ്റെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന ഓഫീസറിനെയാണ് നമ്മൾ ATC അല്ലെങ്കിൽ ATCO, എയർ ട്രാഫിക് കൺട്രോളിംഗ് ഓഫീസർ അല്ലെങ്കിൽ എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്നത്. സോ നിങ്ങളിപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെ ഇൻകമിംഗ് ആയിട്ടും ഔട്ട് ഗോയിങ് ആയിട്ടും വരുന്ന എയർപ്ലെയിൻസിലെ പൈലറ്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവർ ഇപ്പം ഏത് ഓൾട്ടിറ്റ്യൂഡിലാണ് ഫ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര ഡിഗ്രിയിലാണ്, അവരുടെ എക്സാക്ട് ലൊക്കേഷൻ എത്രയാണ്, സോ ദാറ്റ് മറ്റൊരു എയർപ്ലെയിനുമായിട്ട് യാതൊരു രീതിയിലും ഒരു ഇൻ്റർഫറൻസ് വരാതെ അവരുടെ ഫ്ലൈറ്റ് വളരെ സ്മൂത്ത് ആയിട്ട് അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റ് ഒരു പൈലറ്റിന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഒരു എയർ ട്രാഫിക് കൺട്രോളറുടെ ജോലി. സോ നോർമലി നമ്മുടെ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിൻ്റെയും ഇടയിൽ മാത്രമല്ല, ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് അവരുടെ ആ ഒരു ബൗണ്ടറി കഴിഞ്ഞിട്ട്, അതായത് എയർ സ്പേസിലേക്ക് ആക്ച്വലി കയറി കഴിഞ്ഞിട്ട് അവിടെ ഡെസ്റ്റിനേഷനിലേക്ക് വരുന്നത് വരെയുള്ള, സോ ആ ഡെസ്റ്റിനേഷൻ്റെ
എവിടേക്കാണോ പോകുന്നത് അന്നേരം ആ ഡെസ്റ്റിനേഷനിലുള്ള ATCക്ക് നമ്മുടെ ATC ഹാൻഡ് ഓവർ ചെയ്യും. സോ ഈ രീതിയിലുള്ള ഒരു സ്മൂത്ത് ട്രാൻസിഷൻ ഉറപ്പാക്കുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് ജോലികളാണ് ഒരു എയർ ട്രാഫിക് കൺട്രോളറിന് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എയർപ്ലെയിൻസ് തമ്മിലുള്ള കൊലിഷൻസ് ഒഴിവാക്കുക. എന്തെങ്കിലും എഞ്ചിൻ ഫെയിലിയേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഉടനടി പൈലറ്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള അടിയന്തര സാഹചര്യം ഇവിടെ ലാൻഡിൽ ഒരുക്കുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രധാനപ്പെട്ട വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരുപാട് ജോലികളാണ് ഒരു എയർ ട്രാഫിക് കൺട്രോളറിന് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കരിയർ ആണ്. സോ അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് എയർപോർട്ട്സ് ഉണ്ട് അല്ലേ. സോ അപ്പോൾ ഇനി പുതിയ പുതിയ എയർപോർട്ട്സിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, കഴിഞ്ഞ ഒരു 15 ഇയേഴ്സിന് മുമ്പ് ട്രാവൽ ചെയ്തിരുന്ന, അതായത് എയർ ട്രാവൽ ചെയ്തിരുന്ന നമ്പർ ഓഫ് പാസഞ്ചേഴ്സിനെ വെച്ച് നോക്കുമ്പം ഇപ്പം നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ഒക്കെ ഒത്തിരി ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പം സാധാരണ ഒരുപാട് ആൾക്കാർ എയർ ട്രാവൽ തന്നെ പ്രിഫർ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇൻകമിങ് ട്രാഫിക്കും കൂടുന്ന സമയത്ത് തന്നെ എയർപോർട്ട്സിൻ്റെ ഡെവലപ്മെൻറ്റ്സും കൂടുതൽ എയർക്രാഫ്റ്റുകളും വേണ്ടി വരും, കൂടുതൽ പൈലറ്റുകളും വേണ്ടി വരും. ആസ് എ റിസൾട്ട് ഒബ്വിയസ്ലി നമുക്ക് അവിടെ കൂടുതൽ ATCകളും വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ തന്നെ വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ബിസിയസ്റ്റ് എയർപോർട്ട്സ് ആണ് നമ്മുടെ മുംബൈ എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഓരോ മണിക്കൂറിൽ തന്നെ എത്രയോ ഫ്ലൈറ്റ്സ് ടേക്ക് ഓഫും ലാൻഡും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന പ്ലേസസിലൊക്കെ ഒരുപാട് നമ്പർ ഓഫ് ATCs ആണ് ഡിപ്ലോയിഡ് ആയിരിക്കുന്നത്. സോ ആസ് എ റിസൾട്ട് ഇവരുടെ ജോലി എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ജോലിയാണ്. നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി, ഒരു എയർപ്ലെയിൻ മൂവ് ചെയ്യുന്നത് നമ്മുടെ ഒരു നോർമൽ കാറോ അല്ലെങ്കിൽ ഒരു ബസ്സോ മൂവ് ചെയ്യുന്ന സ്പീഡിലായിരിക്കില്ല അല്ലേ. സോ അത് ചിലപ്പോൾ 300-500 km/h ആയിരിക്കും മൂവ് ചെയ്യുന്നത്. സോ അങ്ങനെ പറയുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു എയർപ്ലെയിൻ വന്നിട്ടുണ്ടെങ്കിൽ അതും ഇതേ സ്പീഡിൽ വരുന്ന സമയത്ത് ഒരു 2 to 3 seconds കൊണ്ട് തന്നെ അത് ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്നുണ്ടാവുക കിലോമീറ്റേഴ്സ് ആയിരിക്കും. സോ അവിടെ നമുക്ക് മാർജിൻ ഓഫ് എറർ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. സോ ഒരിക്കലും നമുക്ക് അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ATCകളുടെ ജോലി ഇത്രയും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ജോലിയാണ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ATCs ആണ് നോർമലി പൈലറ്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് ഒന്നും ഉണ്ടാക്കാതെ എയർ ട്രാവൽ വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ATCസിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, സോ ATC എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ എയർ ട്രാഫിക് കൺട്രോളർ ഓഫീസർ എന്നാണ്. സോ ഇത് വരുന്നത് നമ്മുടെ സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന, ഇന്ത്യയിലെ സിവിൽ ഏവിയേഷൻ്റെ കീഴിൽ വരുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ താഴെയാണ് ഈ ഒരു ജോലിയുടെ പ്രൊഫൈൽ വരുന്നത്. സോ ഇത് ഡെഫിനറ്റ്ലി കംപ്ലീറ്റ്ലി ഗവൺമെൻറ് ആയിട്ട് വരുന്ന ഒരു ജോലിയാണ്. പക്ഷേ സാധാരണ ഗവൺമെൻറ് ജോബ്സിന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ സ്റ്റാർട്ടിംഗ് സാലറിയും കിട്ടും, ഒരുപാട് എക്സ്ട്രാ അലോവൻസുകളും കിട്ടും. അതായത് ഇവർക്ക് മാത്രം വരുന്ന ഒരു സ്ട്രെസ് അലവൻസ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ അലവൻസ് ഉണ്ട്. പിന്നെ മെഡിക്കൽ അലവൻസ് തന്നെ ഒരു മാസം 5,000 rupees ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റിംഗ് അനുസരിച്ച് എക്സ്ട്രാ വേറെ ഒരു റേറ്റിംഗ് അലവൻസ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് അലവൻസുകൾ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് ജോബാണ്, പക്ഷേ ഇറ്റ് ഈസ് ആക്ച്വലി ബെറ്റർ ദാൻ എ ഗവൺമെൻറ് ജോബ്. കാരണം ഇവിടെ വളരെ എക്സൈറ്റിങ്ങുമാണ്, അറ്റ് ദ സെയിം ടൈം പേ ലെവൽ വളരെ ഹൈയുമാണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ആർക്കൊക്കെ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യമാണ്. സോ ഇവിടെ സാധാരണ നമ്മൾ ഡിഗ്രി സ്റ്റുഡൻസ് എന്ന് പറയുമെങ്കിലും അതിന് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഡിഗ്രി കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിലൊന്ന് ഡയറക്റ്റ്ലി എഞ്ചിനീയേഴ്സിനാണ്. അതായത് നിങ്ങൾ BEO BTech ഏത് ബ്രാഞ്ച് ആണെങ്കിലും കുഴപ്പമില്ല, ഏത് ബ്രാഞ്ചിൽ നിന്നും BEO BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ BSc പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പഠിച്ച BScയിൽ ഫിസിക്സും മാത്സും ഒരു സബ്ജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, സോ ഇവിടെ BSc വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ BSc ഫിസിക്സുകാർക്കും BSc മാത്സുകാർക്കും എന്നാണ് ഫസ്റ്റ് നമ്മൾ ആലോചിക്കുക. പക്ഷേ അങ്ങനെയല്ല, നിങ്ങളുടെ BScയിൽ ഫിസിക്സിലും മാത്സിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അതായത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കിട്ടുമ്പോൾ അതിൽ ഈ 2 സബ്ജക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം BSc കെമിസ്ട്രി പഠിച്ചവരും ഫിസിക്സും മാത്സും പഠിക്കുന്നുണ്ട് അല്ലേ, അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവർക്ക് ഡെഫിനറ്റ്ലി, ഈ 2 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് വരുന്നവർക്ക് ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാം. സോ നോർമലി ഡിഗ്രി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് വിളിക്കാറ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ 2025 നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഡിഗ്രിയുടെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആസ് എ റിസൾട്ട്
നിങ്ങൾ ഇനി വരുന്ന നോട്ടിഫിക്കേഷനിൽ ഫൈനൽ ഇയർ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫൈനൽ ഇയറിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ലാംഗ്വേജ് റിക്വയർമെൻ്റ് ആണ്. അത് നിങ്ങൾ 10th-ലോ 12th-ലോ ഇംഗ്ലീഷ് പഠിച്ച് പാസ്സായിട്ടുണ്ടാവണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ നമ്മുടെ കേരള ബോർഡിൽ, ഇപ്പം ഏത് ബോർഡിൽ കേരളത്തിൽ പഠിച്ചാലും ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആണ്. 10th-ലും ഉണ്ട്, 12th-ലും ഉണ്ട്. സോ അതൊരു ഇഷ്യൂ ആയിട്ട് വരില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഏജ് ലിമിറ്റ് ആണ്. സോ മാക്സിമം 27 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. സോ ഇത് ജനറൽ കാൻഡിഡേറ്റ്സിന് വരുന്ന ഏജ് ലിമിറ്റ് ആണ്. നിങ്ങൾ ഒരു OBC-യിൽ വരുന്ന കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 3 ഇയേഴ്സിൻ്റെ ഏജ് റിലാക്സേഷൻ ലഭിക്കും. ഇനി SC/ST കാൻഡിഡേറ്റുകൾക്ക് ഇവിടെ +5 ഇയേഴ്സിൻ്റെ ഏജ് റിലാക്സേഷൻ ലഭിക്കും. പലരും ഈ ഒരു ജോലിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് ഐസൈറ്റിൻ്റെ കാര്യമൊക്കെ ചോദിക്കാറുണ്ട്. ഐസൈറ്റ് പ്രശ്നമില്ല, അതായത് സ്പെക്സ് വെക്കുന്ന ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം. സ്പെക്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷൻ കറക്റ്റഡ് ആയിരിക്കണമെന്നേ ഉള്ളൂ. സ്പെക്സ് വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണണം. ഐ സർജറി ചെയ്തവർക്കും കുഴപ്പമില്ല, അപ്ലൈ ചെയ്യാം. പക്ഷേ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം പല കൺട്രോൾ ബട്ടൺസും ഒക്കെ പല കളേഴ്സിലായിരിക്കും. അപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് മാത്രമാണ് ഇവിടെ ഒരു ഡിസ്ക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. നമുക്കിവിടെ ആകെ ഒരൊറ്റ റിട്ടൺ എക്സാമിനേഷൻ മാത്രമാണ് വരുന്നുള്ളൂ. ആ റിട്ടൺ എക്സാമിനേഷൻ്റെ സ്ട്രക്ചറൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ വരും. സോ അതൊരു ഇൻ്റർവ്യൂ എന്ന് പറയുന്ന പോലത്തെ ഇൻ്റർവ്യൂ അല്ല, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ ഒന്നും അല്ല. അതിൻ്റെ കൂടെ ഒരു വോയിസ് ടെസ്റ്റ് ഉണ്ടാവും എന്ന് മാത്രം. സോ അപ്പോൾ ഈ വോയിസ് ടെസ്റ്റും ഈ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂവും കൂടി ഒരുമിച്ചാണ് നടക്കുന്നത്. സോ അപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂവിൻ്റെ പ്രത്യേകത, ഇൻ്റർവ്യൂ ആണോ എന്ന് ചോദിച്ചാൽ ഇൻ്റർവ്യൂ ആണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ ആണ്. കൂടുതലും വോയിസ് ടെസ്റ്റിൻ്റെ ബേസ്ഡ് ആയിട്ട് നിങ്ങളെ ഒന്ന് കംഫർട്ടബിൾ ആക്കുന്നതിന് വേണ്ടി നോർമൽ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങളുടെ പേര്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, എന്ത് പഠിച്ചു തുടങ്ങിയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ ചോദിക്കും. അതിനെയാണ് നമ്മളിവിടെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അല്ലാതെ ആക്ച്വലി നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് പോകേണ്ട ഒരു ഇൻ്റർവ്യൂ അല്ല. ഈ വോയിസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രൊഫിഷ്യൻസി ടെസ്റ്റ് അല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ തന്നിട്ട് അത് നിങ്ങളോട് ഉറക്കെ ക്ലിയർ ആയിട്ട് വായിക്കാൻ പറയും. സോ നിങ്ങൾക്ക് ശബ്ദം ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. ഇനി റിട്ടൺ എക്സാമിലാണെങ്കിൽ നെഗറ്റീവ് മാർക്കിങ്ങോ ഇല്ല. ക്ലിയർ? അപ്പോൾ ഇനി ഈ റീസൺസ് ഒക്കെ കൊണ്ടാണ് ATCയുടെ ഈ എക്സാം ഇത്ര പോപ്പുലർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ നിങ്ങൾ ന്യൂ ആണെങ്കിൽ കണ്ടിട്ടുണ്ടാവില്ല. അതിനു മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. സോ ആസ് എ റിസൾട്ട് ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി ഇപ്പം അവയർനെസ്സും ഉണ്ട്. സോ ഗവൺമെൻറ് ജോബിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, എല്ലാ അലവൻസുകളും ഉണ്ട്. അതുകൂടാതെ എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് അലവൻസുകളും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ജോബ് പ്രൊഫൈലുമാണ് ഈ ഒരു ജോലിക്കുള്ളത്. ഓക്കെ, അപ്പോൾ സാലറി സ്ട്രക്ചർ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ പറയുന്നത് ആനുവൽ CTC എന്ന് പറയുന്നത് 13 lakh to 15 lakhs എന്നാണ് നോർമലി പറയാറുള്ളത്. പക്ഷേ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങളൊരു ട്രെയിനിങ്ങിലായിരിക്കും ഉണ്ടാവുക. അവിടെ നിങ്ങൾക്ക് ഈ 1 lakh സാലറി കിട്ടുമോ? ഇല്ല, ഡെഫിനറ്റ്ലി ഇല്ല. അവിടെ നിങ്ങൾക്ക് ബേസിക് പേ 40,000ഉം പിന്നെ ഡിയർനെസ് അലവൻസ് ഒരു 24,000 സംതിങ്ങും എല്ലാം കൂടെ ചേർത്ത് ഒരു 60-70,000ൻ്റെ അടുത്ത് നിങ്ങൾക്ക് സാലറി ട്രെയിനിങ്ങിൻ്റെ സമയത്ത് കിട്ടും. 6 to 9 months ആണ് ട്രെയിനിങ് വരിക. ട്രെയിനിങ്ങിന് ശേഷം നിങ്ങളുടെ ഫസ്റ്റ് പോസ്റ്റിംഗ് കഴിഞ്ഞ് നിങ്ങളുടെ റേറ്റിംഗും കൂടെ കിട്ടിക്കഴിയുമ്പോഴേക്കുമായിരിക്കും ഈ പറയുന്ന 1.5 lakhsൻ്റെക്ക് 25 അല്ല 1.5 lakhsൻ്റെ അടുത്തേക്ക് നിങ്ങളുടെ ഗ്രോസ് സാലറി മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിയിൽ വരുന്ന ഡിയർനെസ് അലവൻസും മെഡിക്കൽ ബെനിഫിറ്റ്സും ലീവ് ബെനിഫിറ്റ്സും എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടേക്ക് കിട്ടും. പക്ഷേ ഇത്രയും കൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് ഞാൻ പറഞ്ഞു. സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ഇത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ട് നടക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇനി അതിനുശേഷം സെക്കൻഡ് റൗണ്ടിൽ ഇവിടെ ഒരു വോയിസ് ടെസ്റ്റ് ആണ് നടക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തന്നു. നെക്സ്റ്റ് വരുന്നത് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ഒന്നല്ല ചെക്ക് ചെയ്യുന്നത്, നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആണോ നോക്കും. അതായത് നിങ്ങളുടെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രഗ് യൂസ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ ചെക്ക് ചെയ്യും. അങ്ങനെയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ സൈക്കോ മാറ്റിക് സബ്സ്റ്റൻസ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു തവണ നിങ്ങൾ പോസിറ്റീവ് കാണിച്ചാൽ അവരൊന്നും കൂടെ റീടെസ്റ്റ് ചെയ്യും. എന്നിട്ടും പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആകും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി എന്തെങ്കിലും മെഡിക്കേഷൻ എടുക്കുന്നത് കാരണം അതിൽ പോസിറ്റീവ് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. അതിന് നിങ്ങളുടെ ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് മതിയാകും. ഓക്കെ, അതിനുശേഷം ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്.
അതിൽ ബേസിക്കലി നമ്മുടെ 10th സ്റ്റാൻഡേർഡിൻ്റെ മാർക്ക് ലിസ്റ്റ്, 12th മാർക്ക് ലിസ്റ്റ്, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ID പ്രൂഫ്, ഏജ് റിലാക്സേഷൻ ഒക്കെ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ നോക്കും. സോ ഇത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനെ പൊതുവേ 4 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ അപ്പോൾ അതിൽ ആദ്യത്തെ പാർട്ട് നോൺ ടെക്നിക്കൽ ആണ്. സോ ഇതിന് 60 മാർക്സ് ആണ്. പിന്നെ വരുന്ന സെക്കൻഡ് പാർട്ടിൽ വീണ്ടും നോൺ ടെക്നിക്കൽ പാർട്ടാണ് വരുന്നത്. ടെക്നിക്കൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് എന്നോർത്ത് പേടിക്കേണ്ട. 10+2 അതായത് 11th 12th പഠിച്ചിരിക്കുന്ന ഫിസിക്സും മാത്സും ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മളിവിടെ ടെക്നിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നോൺ ടെക്നിക്കലിലാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, മാത്സ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്. അപ്പോൾ ടോട്ടലി 120 ക്വസ്റ്റ്യൻസ്. ഇതിനുള്ള സമയം 2 മണിക്കൂറാണ്. 120 മിനിറ്റ്സ് ആൻഡ് 120 മാർക്സ്. ഇതിലാണ് നിങ്ങളുടെ എക്സാം നടക്കുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ എക്സാമിൻ്റെ കട്ട് ഓഫ് ഹൈ ആണ്. സോ 120ൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് 106 ആയിരുന്നു. സോ ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് വരാത്തതും കൊണ്ടാണ് ഇത്ര ഹൈ കട്ട് ഓഫ് വരുന്നത്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു എക്സാമിൽ കഴിഞ്ഞ് നിങ്ങളുടെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ ഇത് മറ്റുള്ള എക്സാംസിനെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വളരെ ഹൈ ആയിട്ടുള്ള ഒരു പ്രയോറിറ്റി വരുന്ന എക്സാമാണ്. അതിലെ ഒരു റീസൺ മറ്റുള്ള എല്ലാ എക്സാംസിലും നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്, ഇൻ്റർവ്യൂ പ്രോസസ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ 2 സ്റ്റേജ് ഓഫ് എക്സാംസ് ഉണ്ടാകും. ഇവിടെ അത് മാത്രമല്ല, അതൊന്നും ഇല്ലാന്ന് മാത്രമല്ല, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അതിൻ്റെ പ്രൊമോഷൻ ഹൈറാർക്കി കൂടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ഒരു ജൂനിയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ETC ആയിട്ടായിരിക്കും. അതിനുശേഷം അസിസ്റ്റന്റ് മാനേജർ, സീനിയർ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആൻഡ് ജനറൽ മാനേജർ വരെയുള്ള പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ATC എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. കാരണം ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് കുറേ കോഗ്നേറ്റീവ് ആയിട്ടുള്ള സ്കിൽസ് ആണ്. അതായത് നിങ്ങളുടെ തിങ്കിങ് ലോജിക്കലായിരിക്കണം, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ഇതൊക്കെയാണ് അവിടെ വേണ്ടത്. പക്ഷേ ഇതൊന്നും ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് ഇപ്പം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. സോ വൺസ് യു ക്ലിയർ ദി എക്സാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ട്രെയിനിങ് കിട്ടും. ആ ട്രെയിനിങ്ങിന് ശേഷം നിങ്ങളൊരു ഫിറ്റ് ടു ബി, അതായത് ഒരു റെഡി ആയിട്ടുള്ള ETC ആയിട്ടായിരിക്കും പുറത്ത് വരുന്നത്. സോ ഇത്തരത്തിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് സ്കിൽസും നിങ്ങൾക്ക് ട്രെയിനിങ്ങിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞ കരിയർ നിങ്ങൾക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യണം. സോ നോർമലി എല്ലാ വർഷവും എക്സാം നടക്കാറുണ്ട്. സോ കഴിഞ്ഞ വർഷത്തെ എക്സാം 2025 എക്സാം ജൂലൈയിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വേണമെങ്കിലും വരാം എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ ഉടനെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇതിലൂടെ നിങ്ങൾക്ക് നമ്മളോട് വിളിച്ച് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇനി എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക് റിലേറ്റഡ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അത് വീഡിയോയുടെ താഴെ കോമെൻ്റ് ആയിട്ടൊന്ന് പറയാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.